കാലത്തിന്റെ ചൂടും പ്രകാശവും പോലെ ഇന്നത്തെ ദിവസവും മനോഹരമാകട്ടെ. എല്ലാവർക്കും ഹൃദയംഗമമായ സുപ്രഭാതം. ആദരണീയനായ പ്രിൻസിപ്പൽ ഫാദർ, പ്രിയപ്പെട്ട വൈസ് പ്രിൻസിപ്പൽമാരെ, അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയ സഹവിദ്യാർത്ഥികളെ, ഞങ്ങൾ ക്ലാസ് 5C-യിലെ വിദ്യാർത്ഥികൾ ഇന്നത്തെ അസംബ്ലി അവതരിപ്പിക്കുന്നതിന് ഇവിടെ സന്നദ്ധരായി നിൽക്കുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന ഭൂമി എന്നതാണ് വിഷയം. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് സർവശക്തന്റെ അനുഗ്രഹം ആദ്യം നമുക്ക് അഭ്യർത്ഥിക്കാം. പ്രാർത്ഥനാ ഗീതം ആലപിക്കുന്നതിനായി സ്കൂൾ ഗായക സംഘത്തെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയം അവതരിപ്പിക്കുന്നതിനായി ഞാൻ ആരോടും ക്ഷണിക്കുന്നു. പ്രകൃതിയെ വിലമതിക്കുന്ന മനസ്സുകളാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നവർ. ഞാൻ ആവർത്തിക്കുന്നു, പ്രകൃതിയെ വിലമതിക്കുന്ന മനസ്സുകളാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നവർ. നന്ദി. നവംബർ 17 മുതൽ 23 വരെ ഭൂമിശാസ്ത്ര ആഴ്ചയായി ആചരിക്കപ്പെടുന്നു. ആഴ്ചയുടെ ലക്ഷ്യമെന്തെന്നാൽ ഭൂമിയെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുക, ഭൂപടങ്ങൾ, കാലാവസ്ഥ, പ്രകൃതി ദുരന്തങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ എന്നിവ മനസ്സിലാക്കുക, പരിസ്ഥിതി സംരക്ഷണത്തിൽ പങ്കാളികളാക്കാൻ പ്രേരിപ്പിക്കുക, വിദ്യാർത്ഥികളിൽ കൗതുകവും പഠനശീലവും വളർത്തുക എന്നതാണ്. നമ്മുടെ ഭൂമി ഒരിക്കൽ പച്ചപ്പിന്റെ പടർപ്പും നദികളുടെ നാദവും മലകളുടെ മൗനവും നിറഞ്ഞ ഒരു സ്വർഗഭൂമിയായിരുന്നു. പക്ഷേ ഇന്ന് ആ ഭൂമി മാറിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ അതിരില്ലാത്ത ആഗ്രഹങ്ങൾ വികസനത്തിന്റെ പേരിൽ നശിപ്പിച്ച് പ്രകൃതി പുതിയ തലമുറയ്ക്ക് പാരമ്പര്യമായി കിട്ടേണ്ടതായിരുന്നു. പ്രകൃതിയുടെ സമ്പത്ത് നാശത്തിന്റെ വക്കിലാണ്. ഭൂമിയുടെ നാടുകളായിരുന്ന നദികൾ ഇന്ന് വിഷനിറഞ്ഞ പാതകളായി മാറി. പക്ഷികൾ പറക്കാതെ പോയി, കാടുകൾ നിലംപൊത്തുന്നു, ഭൂമിയുടെ ഹൃദയം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കവിത ആലപിക്കുന്നതിനായി എന്റെ കൂട്ടുകാരെ ക്ഷണിക്കുന്നു. മലിനമായ ജലാശയം
നമ്മുടെ അഹങ്കാരവും അവസരവാദവും കൊണ്ട് പതിയെ മരണത്തിലേക്ക് നീങ്ങുന്ന ഭൂമിയെ, മാറിക്കൊണ്ടിരിക്കുന്ന ഭൂമിയെ രക്ഷിക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കൈകോർക്കാം. നന്ദി. നമ്മെ അഭിസംബോധന ചെയ്യുന്നതിനായി പ്രിയപ്പെട്ട അധ്യാപിക ആംബ്രിജിയെ വിനീതമായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Vice principals, brothers, sisters, teaching and non-teaching staff, and my dear students, a pleasant morning to all. First of all, let us congratulate the students of class 5C and the class teacher, Ma'am Divya, for the meaningful and thoughtful assembly. Let us give them a big round of applause. We are reflecting on a very important topic, the changing earth. Our planet was once full of greenery, clean rivers, fresh air, and peaceful forests. But now, human activities are slowly harming the environment. Trees are being cut, animals are losing their homes, and earth is becoming weaker day by day. It is our responsibility to protect nature. Small actions like saving water, planting trees, and keeping our surroundings clean can make a big difference. If we care for the earth today, the earth will care for us tomorrow. Let us all take a step towards protecting our beautiful planet. Thank you. Have a nice day. A pleasant morning to one and all. One more proud moment for our school brought by Tania Jodi Thomas of class 10A. She is the winner of Fight Night 2025 in professional kickboxing conducted at Highlight Mall, Thrissur on 16th November. I request our respected Vice Principal, Father Jitto Joy TOR, to give the prize, and I welcome Tania to the stage. Let's give her a big round of applause once again. സമ്പന്നമാക്കാൻ വിലയേറിയ വാക്കുകൾ കൊണ്ട് ഞങ്ങളെ പ്രബോധിപ്പിച്ച ആംബ്രിജി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ദേശീയ പ്രതിജ്ഞ ചൊല്ലുന്നതിനായി ഇസയനെയും നമ്മുടെ മാതൃഭൂമിയുടെ മഹിമ പാടുന്ന ദേശീയ ഗാനം ആലപിക്കുന്നതിനായി സ്കൂൾ ഗായക സംഘത്തെ ക്ഷണിക്കുന്നു. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരാണ്.